അല്ല എന്താ ഇപ്പൊ തന്നെ പോന്നു? ഒന്നും കൂടെ അവിടെ കൂടിയിട്ട് പോന്നാ പോരേന്നോ? വല്ലാത്ത കഥ തന്നെയാണ്. എടാ ആൺകുട്ടികളായ കുറച്ചൊക്കെ നാണോ മാനമാണേ. ഉമ്മ ഞാൻ എന്റെ താത്താനും കുട്ടികളെയും കാണാൻ വേണ്ടി നിന്നതാണ്, അല്ലാതെ ഒന്നുമല്ല. എന്തായാലും മനുഷ്യന്മാരെ കൊണ്ട് പറയിപ്പിക്കാതെ എന്നാ എല്ലാവർക്കും നന്നു. അല്ല, ഞങ്ങളൊരു അരമണിക്കൂർ ഓളെ പേരിൽ കൂടുതൽ നിന്ന ഏത് മനുഷ്യന്മാരെ ഈ പറയാൻ നിൽക്കണം? നിങ്ങളെ പെമ്മക്കൾ ഇവിടെ വന്നു കഴിഞ്ഞാൽ എത്ര ദിവസം കഴിഞ്ഞിട്ട് അവിടുന്ന് പോക്ക് നിങ്ങൾക്ക് തന്നെ അറിയില്ല. അത്രയും ദിവസം ഇവിടെ അളിയന്മാരും നിൽക്കണതല്ലേ. അപ്പൊ പറയാത്ത മനുഷ്യന്മാരെന്താ അവിടെ പോയി ഒരു പറച്ചില്? എന്താ ആ മനുഷ്യന്മാരെ എനിക്കൊന്ന് കാണണല്ലോ. എന്റെ മങ്ങളെ മോനെ ഞങ്ങളടുന്ന് തട്ടിപ്പറിച്ച് കൊണ്ടുപോകണമെന്നില്ല, ഇവിടെ തന്നെ കാണും നിങ്ങളെ മകൻ. ആഹാ എന്റെ നാവൊന്ന് കേക്കണോ? എന്നാ ചെന്ന് കൊണ്ടുപോയോക്കാ. ഇപ്പൊ എങ്ങനെ ഇരിക്കണ്? ഇതാണ് ഓളെ മനസ്സിലിരിപ്പ്. പഠിപ്പും വിവരം എല്ലാവരെ തന്നെ വേണമെന്ന് പറയുമ്പോ ആലോചിക്കണ്ടേന്നേ. ഓളൊരു പഠിപ്പ്. ഞങ്ങളെ കുടുംബത്തിൽ അങ്ങനെ പെണ്ണുങ്ങള് ഉദ്യോഗത്തിന് പോയി കൊണ്ടുവരേണ്ട ഗതികേടൊന്നും വന്നിട്ടില്ല. ഉമ്മ എന്റെ വാപ്പ കൂലിപ്പണി ചെയ്തുകാണ്ട് പഠിപ്പിച്ചുകാണ്ടാണ് ഇന്നെ ഈ ഒരു നിലയിലാക്കിയത്. മങ്ങൾക്ക് അത് വില ലഭിച്ച് നല്ല വില ഉണ്ട് ഉമ്മ. ഓളൊരു പൂങ്കണ്ണീര്. പെൺകുട്ടികളായ കുറച്ചൊക്കെ അടക്കൊതുക്കം വേണം, അല്ലെങ്കിൽ ഉമ്മാര് പറഞ്ഞു കൊടുക്കണം. അതെങ്ങനെ പരിഷ്കാരമായിട്ട് വളർത്താൻ നോക്കല്ലേ? അതെങ്ങനെ ഇത്രയും കാലം കുട്ടികൾ വേണമെന്നുള്ള ചിന്ത നിങ്ങൾക്ക് ഉണ്ടായിക്കണോ? അപ്പൊ എങ്ങനെ ഇങ്ങനെ കറങ്ങി നടക്കാൻ പറ്റൂലല്ലോ. നിങ്ങൾ ഈ പറഞ്ഞു തരുന്നതേ എനിക്ക് മനസ്സിലാവായിട്ടല്ല. അതിന് ഞാൻ മറുപടി പറയാൻ നിന്നാലേ ദേശം നിങ്ങൾക്ക് പ്രശ്നം എന്താണ്? ഓൾ ഇവിടെ പഠിച്ചതോ അതോ ഇപ്പൊ ഓൺലൈനായിട്ട് പഠിക്കണതോ? എന്റെ പെണ്ണുങ്ങൾ പഠിച്ചായിരിക്കും. അത് എന്താ ആയിക്കോട്ടെ. ജമ്മാനോട് തർക്കുത്തരം പറയാൻ നിക്കണ്ട കേട്ടോ. ഓൻ പറയട്ടെ, 10 മാസം ചുമന്ന് നടന്നേനെ ഇച്ച് തന്നെ കിട്ടണം. ഒന്നേരം മങ്ങൾക്ക് കുറച്ച് സമാധാനം തരൂ. ആടാ അനക്കിപ്പൊ ഞാൻ സമാധാനക്കേടായി. തൊള്ളൊന്ന് പൂട്ടിക്ക, മാരിബി വാങ്ങി കൊടുക്കാനായി. ചോദിക്കാം കാക്കോ ഒരു മിനിറ്റ്. അതെ, ഈ എരുതിയിൽ എണ്ണ വയ്ക്കണ ഈ പരിപാടി ഉണ്ടല്ലോ, അതങ്ങനെ നിർത്തിക്കളി. 3-4 വയസ്സ് മൂപ്പില്ലല്ലേ, അതുകൊണ്ടാണ് ഈ പറയണത്. ഇല്ലെങ്കിൽ അപ്പൊ ചെന്നെ തല്ലുന്ന പറയണ്. തല്ലും. വാങ്ങാൻ നോക്കിക്കോളി നിങ്ങള്. ഇതത് വീട് ഇതിപ്പോ ആദ്യമായിട്ടൊന്നും അല്ലല്ലോ. സാരല്ല. ഞാൻ കാരണം നിങ്ങളും കൊറേ ഇടങ്ങാറാവണുണ്ട്. ഇനി ഒരു 3 മാസം കൂടി അല്ലേ ഉള്ളൂ ആ കോഴ്സ്. അതൊന്ന് ഫുള്ളാക്കാൻ സമ്മതിക്കൂലോ. ഞാൻ ഒക്കെ നിർത്താൻ പോവാ. എനിക്കിത് പഠിക്കണോണ്ട് ഒരു ഇടങ്ങാറുമില്ല. ഒന്നില്ലെങ്കിൽ നമുക്ക് ഉണ്ടാകാൻ പോണ കുട്ടികൾക്ക് 2 അക്ഷരം പറഞ്ഞു കൊടുക്കാലോ. ഓരൊക്കെ എന്ത് വേണേലും പറഞ്ഞോട്ടെ. ഞങ്ങൾക്ക് ഇഷ്ടമല്ലാത്ര ഇത് പഠിച്ചത്. നിങ്ങളെ ഈ സപ്പോർട്ടും കൂടി ഇല്ലെങ്കിൽ ഞാൻ ഈ വീട്ടിൽ പെട്ടുപോയനെ. ഒക്കെ ശരിയാവും ഇക്കാരല്ലേ? ശരിയായിക്കോളും. ഓരൊക്കെ ഇപ്പൊ അങ്ങനത്തെ അവസ്ഥയും ജീവിച്ചു വന്നവരല്ലേ. ഓരെ കുറ്റം പറഞ്ഞിട്ടും കാര്യമൊന്നുമില്ലേ. മഹാറാണി എവിടെ? ഓൾക്കിപ്പോ എഴുന്നള്ളാനായിട്ടില്ല ഇങ്ങോട്ട്. ഓളിപ്പോ വരും. ഉമ്മ രാവിലെ തന്നെ നല്ല കലിപ്പിലാണല്ലോ. അതെന്നെ കാണാത്തോണ്ടുള്ള കലിപ്പാ. എനിക്ക് തോന്നി. അല്ല ജസ്ന, അന്റെ ക്ലാസ് ഒക്കെ എന്തായി? ഇനി എന്താ എന്റെ പ്ലാന്? അസ്നത്തങ്ങക്ക് അറിയണല്ലേ, ഇവിടെ നീ കോഴ്സ് തന്നെ ഫുള്ളാക്കാൻ പറ്റുന്ന മഹാഭാഗ്യാണ്. പിന്നല്ലേ ജോലി. അതൊന്നും ഇജ്ജ് നോക്കണ്ട. അനക്ക് ജോലിക്ക് താല്പര്യം ഉണ്ടെങ്കിൽ ഇജ്ജ് ട്രൈ ചെയ്യേ. അന്റെ മാപ്പിള അനക്ക് സപ്പോർട്ടല്ലേ, പിന്നെ എന്തിനാ ഇജ്ജ് പേടിക്കണത്? താത്ത ജോലി നോക്കണം നോക്കണ്ട്. പക്ഷെ ഇക്കാക്ക് ഇഷ്ടണ്ടായിട്ടല്ല ഞങ്ങളിപ്പോ കുട്ടികൾ വേണ്ടാന്ന് വെച്ചത്. എന്റെ കാര്യങ്ങൾ നടക്കട്ടെ എന്ന് കരുതിയിട്ടാണ്. ഷാഹിദിന്റെ സപ്പോർട്ട് ഇപ്പൊ എനിക്ക് ഏതായാലും ഉണ്ട്. ഞാൻ പറയുമ്പോഴേ ഇത്രത്തോളം ആയില്ലേ, ഇനിയിപ്പൊ എനിക്ക് എന്തായാലും ഒരു ജോലിയെ കിട്ടിയിട്ട് മതി കുട്ടികളും മക്കളൊക്കെ. എന്റെ ആഗ്രഹം അങ്ങനെയൊക്കെ തന്നെയാണ്. ബാക്കിയുള്ളൊക്കെ ഇനി പഠിച്ചോൻ തീരുമാനിക്കട്ടെ. അല്ല അസ്നാത്ത, നിങ്ങൾ ഇതേപോലെ എന്തെങ്കിലും ആഗ്രഹിച്ചിട്ടില്ലേ? നിന്റെ ആഗ്രഹം അതൊക്കെ ഈ പെരേക്ക് വന്ന് കയറിയപ്പോ തന്നെ കഴിഞ്ഞിട്ട്. പിന്നെ ഓരോരുത്തരുടെ ഇഷ്ടങ്ങൾക്ക് അനുസരിച്ച് എങ്ങനെ ജീവിച്ചാൽ അത് ശീലമായി. അപ്പൊ നമ്മക്കായിട്ട് പ്രത്യേകിച്ച് ഒരു ആഗ്രഹങ്ങളും ഇല്ല. താത്ത, നമ്മളെ ഈ കുറ്റപ്പെടുത്തലും പരിഹാസമൊക്കെ നമ്മൾ സ്വന്തം കാലം നിൽക്കുമ്പോൾ മാത്രമേ ഉണ്ടാവുള്ളൂ. പിന്നെ ഈ പറയണവരൊക്കെ നമ്മളെ കൂടെ തന്നെ ഉണ്ടാവും. ഒരു പെണ്ണായി ജനിച്ചാലേ ഈ നിലയിലെത്താനേ ഒരുപാട് ബുദ്ധിമുട്ടേക്കാരം. ഞാൻ പറഞ്ഞില്ല അവളെ PSC പരീക്ഷന്റെ കാര്യം. അതിപ്പോ എന്നാ വരുന്നത്? ഇവിടുന്ന് കുറച്ച് ദൂരമുണ്ട്. അപ്പോ ഞാനും കൂടി പോവാന്നാ കരുതണേ. ഞങ്ങളൊന്ന് ഇറങ്ങാം. അസ്സലാമു അലൈക്കും. ഞങ്ങൾ പോയി വരട്ടോ. അസ്സലാമു അലൈക്കും. ഇവ
പഠിച്ചോനെ ആരൊക്കെ ഇപ്പൊ ഇത് എന്താ ഇപ്പൊ നിങ്ങക്ക് രണ്ടാക്കും തോന്നിയത്? വരി ഉസ്മാനെ കബീറെ, എങ്ങനെ ഇപ്പൊ നിങ്ങള് രണ്ടാളും ഒപ്പം കൂടിയത്? ഞാനും ഇവിടെ ഒപ്പം ഇറങ്ങിയതാ. അപ്പൊ കബീർ കൊണ്ട് നടപ്പോ അങ്ങോട്ട് പോവാ ഞങ്ങള്. പിന്നെ ആളെ അങ്ങോട്ട് നിങ്ങള് ഇവൾക്കുന്നേ ഒരു PSC പരീക്ഷ ഉണ്ട്. അപ്പൊ കുറച്ച് ലോങ് ആണേ. അപ്പൊ ഞാനും കൂടി ഒപ്പം പോവാന്ന് കരുതി. അപ്പൊ ഞങ്ങൾ പോയത് നിങ്ങളെ കേറിയിരിക്കുന്ന പോണ കണ്ടോളൂ. മജിസ്ട്രേറ്റില് ജോലി തപ്പി ഇറങ്ങിയിട്ടുണ്ട്. പൊന്നാരം പറയാതെ ചവിട്ടി കയറിക്കാ. അല്ലമ്മാ, നിങ്ങൾ ആകെ ക്ഷീണിച്ചിക്കണല്ലോ. നിങ്ങൾക്ക് ഇവിടെ തിന്നാനൊന്നും കിട്ടൂല. ഒന്നും പറയണ്ട ചെറുക്ക, സുഖം തൊഴിലുള്ളടത്തല്ലേ തടിയൊക്കെ നോക്കാൻ പറ്റുള്ളൂ. അതിനെന്താ നിങ്ങൾക്ക് ഒരു കുറവേ? പെമ്മക്കള് പോയാലും 2 മരക്കളില്ല ഇവിടെ. ആ നോട്ടത്തിന്റെ കാര്യം പറയാതിരിക്കുക നല്ലത്. നിങ്ങളൊരു തമാസ. അല്ല, ഇപ്പാനെ കണ്ടില്ലല്ലോ. ഇപ്പൊ എവിടെ? ഇപ്പഴ് പുറത്തേക്ക് പോയിക്കാണ്. നിങ്ങൾ ഇവിടെ ഇരിക്കാതെ അകത്ത് കണ്ടിരിക്കി. 2 ദിവസം കഴിഞ്ഞിട്ടൊക്കെ പോകാം. അസ്സലാമലൈക്കും. എപ്പോഴെത്തി? എത്തിയിട്ടുള്ളേ. അല്ല, ഇപ്പൊ എങ്ങനെയുണ്ട് നിങ്ങക്ക്? കജിനും കാലിനൊക്കെ ഒരു തളർച്ചയും വേദനയൊക്കെ ഉണ്ട്. അതൊക്കെ അങ്ങനെ പോണു. അതൊന്നും സാരമില്ല. പുറത്തേക്കൊന്നും അങ്ങനെ ഇറങ്ങലില്ല. വീട് വരെ ഒന്നും പോവും. നിങ്ങൾ ഇവിടെ ഇരിക്കി. എല്ലാരും ഉണ്ടല്ലോ. എപ്പോഴെത്തി? ഇവിടെ വന്നിട്ടുള്ളേ. എന്താണ് ഈ അടുക്കളയില്? ഞങ്ങൾ എത്ര നേരം ഓനോന്റെ പെണ്ണുങ്ങളെ സഹായിച്ചാൻ വേണ്ടി പൊയ്ക്കളേ. എന്റെ സുക്കൂറെ. ഇപ്പാന്റെ പെണ്ണുങ്ങളെ മൂട്ടുകൂടായോ? മറ്റോനെ ഏതായാലും ഇപ്പോളെ മൂട്ടുകൂടെ തന്നെയാണ്. നമ്മളേറ്റങ്ങളൊന്നും കിട്ടാതെയും പോയി. ഓരൊക്കെ ഒരു ഭാഗ്യം. അത് ശരി. നിങ്ങളിപ്പോ അങ്ങനെ പിന്നെ കരുതിക്കണത്? ഞാൻ വരച്ച വരയിലേ ഓള് നിക്കായിരിക്കൊന്നുമില്ല. പിന്നെ ഞാൻ മെനക്കെടാത്തോണ്ടാ. അതും പറഞ്ഞത് ശരിയാണ്. ഓൾക്കും അവനെ പേടിയാണ്. മറ്റോക്കാണ് കുറച്ച് മുങ്ക് കൂടുതൽ. അതോൾക്ക് ഇത്തിരി പഠിപ്പ് കൂടിയിട്ടാ. അതിനിപ്പോ ഷാഹിദ ആയതുകൊണ്ടാണ്. ഇന്റെ അടുത്തൊക്കെ ഒന്നും ആയോക്കണം. അവക്ക് ജോലിയും കൂടി കിട്ടിയ ഇവിടെ ഒന്നും നിക്കേണ്ടി വരില്ലല്ലോ നമ്മള്. നിന്റെ അടുത്തൊന്നും നടക്കൂല. പഠിപ്പിച്ചവളും കൂടി വരട്ടെ. എല്ലാരും തമ്മിൽ തച്ച് പിരിയണീന്റെ മുന്നേ ഇതിനൊരു തീരുമാനമായാൽ മതിയായിരുന്നു. ഷാഹിദിനൊന്നും പ്രശ്നമല്ല. ഓനിക്കിപ്പോ കുട്ടികളും മക്കളൊന്നും ആയിട്ടില്ലല്ലോ. ഓൻ പിന്നെ പെരയത്ത് ചെറിയോനല്ലേ. ഇതിന്റെ ഇടയിൽ ഇപ്പൊ ഞാനപ്പൊ പെട്ടത്. ഇജ്ജ് പറഞ്ഞിലും കാര്യണ്ട്. ഈ കോലത്തിന് പോയാലേ തമ്മ് തല്ലേണ്ടി വരും. തന്തി തള്ളിയൊക്കെ ഉള്ള കാലത്തെ ഒക്കെ നീക്കുപോക്കാക്കി വെച്ചാലേ ഒക്കെ ഉണ്ടാവും. മനുഷ്യന്മാരെ മുന്നിലേ മാനം കടാതെ രക്ഷപ്പെടാം. അല്ല, ഷാദിന്റെ പെണ്ണുങ്ങൾ ഇത്ര പ്രശ്നക്കാരിയാ? ഓൾക്കേ കുറച്ച് നില കൂടുതലാ. അതിനൊത്തോനും. പിന്നെ എങ്ങനെ ശരിയാവുക? ഇമ്മ, നിങ്ങൾ ഇപ്പാനോട് തഞ്ചത്തിലൊക്കെ ഒന്ന് പറഞ്ഞു നോക്കി കാര്യങ്ങള്. ഞാൻ കേട്ടു. നിങ്ങൾ ഗ്രൂപ്പായി വന്നപ്പോഴേ എനിക്ക് കാര്യങ്ങളൊക്കെ പുറത്തം കിട്ടിയിരിക്കണു. നിങ്ങൾ തമ്മിൽ ഇങ്ങനെ കൊത്തിപ്പറിച്ചിനെക്കാട്ടും നല്ലത് ഓരൊക്കെ തന്നെയാണ്. ഇച്ചിപ്പോ വെജായി വരികയല്ലോ. നാളെ ഞാൻ മജത്തായാല് നിങ്ങൾക്ക് എന്നോട് വെറുപ്പുണ്ടാവാൻ പാടില്ലേ? പാപ്പങ്ങൾക്കൊന്നും തന്നില്ലാന്നും പറയാൻ പാടില്ലല്ലോ. ഇനിയിപ്പോ നിങ്ങൾക്ക് ഓരോരുത്തർക്കും തന്നു കഴിഞ്ഞാല് ഇമ്മാനെയും ഇന്നിയും നിങ്ങൾ ഓരോരുത്തരെങ്ങനെ നോക്കിയാൽ മതിയാവുമല്ലോ. അതന്നെ നന്നാവുക. ഇച്ചു കാര്യങ്ങളൊക്കെ പുറത്തും കിട്ടിയിരുന്നു. ഇപ്പൊ അങ്ങനൊന്നും ഇല്ലേ? ഞങ്ങളെല്ലാരും കൂടിയിരുന്നപ്പോ പറഞ്ഞുള്ളൂ. ഇപ്പൊക്കെ എപ്പോഴും അങ്ങോട്ട് വരാലോ. അല്ല, സാധാരണ വാപ്പി അമ്മയും നിക്കല് ചെറിയ മക്കളപ്പാണ്. നിങ്ങൾക്ക് ഞോന്റൊപ്പം നിൽക്കാൻ ബുദ്ധിമുട്ടാണെങ്കിൽ ഞങ്ങളൊപ്പം വന്നാ മതി. സന്തോഷം. ഏതായാലും സായുധൻ വരട്ടെ. നമുക്ക് ആലോചിച്ച് തീരുമാനം എടുക്കാം. എടി സൈന, ചോറ് കൊടുപ്പിക്ക. കുട്ടികൾക്ക് ചോറ് കൊടുക്കേ. വരി. താത്ത ഓല വരവെല്ലാം തീരുമാനിച്ചുറപ്പിച്ചിട്ടാണ് അല്ലേ? അല്ലാതെന്താ? കാക്കുപ്പ അതിനെ ഒപ്പം നിൽക്കുള്ളപ്പോ എനിക്ക് പേടി. കാക്കുനെ കുറ്റം പറയാനും പറ്റൂല താത്ത. കുറച്ചൊക്കെ അകന്നിരിക്കുമ്പോഴാണ് ബന്ധങ്ങൾക്കൊക്കെ ഒരു ശക്തി ഉണ്ടാണ്. ഇതുവരെ നമ്മളെല്ലാരും ഒരുമിച്ചല്ലേനോ. ഇനി പെട്ടെന്ന് ഇപ്പൊ നമ്മളിപ്പോ വേറെ ആവുകയെന്ന് പറയുമ്പോ എനിക്ക് എന്തോ ആലോചിച്ചിട്ട്. അല്ല, ഷാഹിദ് എന്തെങ്കിലും പറഞ്ഞോ? ഇക്കാക്ക് അതിനിവിടെ വലിയ റോളൊന്നും ഇല്ലല്ലോ. എല്ലാരും കണ്ണിലെ കരടുമല്ലേ. ഇവിടുന്ന് പോയാലില്ലേലും ഇമ്മാന്റെ ഇപ്പാന്റെയും കൂടെ നമ്മള് വേണമെന്നാണ് ഇക്ക പറയണത്. എന്തായാലും നമ്മളെ നാത്തുമാരെ ഇത് വിറ്റിട്ട് ഇവിടുന്ന് ഇറങ്ങുള്ളൂ എന്നാണ് എനിക്ക് തോന്നുന്നത്. എന്താ പരിപാടി? എന്റെ പച്ചർച്ചിന്നാണോ? കുട്ടികളൊക്കെ എവിടെ? ഓരോന്ന് ഉമ്മാന്റെ അടുത്താണല്ലോ കിടക്കണത്. ഉമ്മാന്റെ അടുത്താ? നന്നായി. നിങ്ങളൊന്ന് പൊയ്ക്കാണി മനസ്സറിഞ്ഞു. അല്ലെങ്കിൽ തന്നെ നേരം മുഴുത്ത് വൈകുന്നേരം അവോളം മനസ്സിന് പണിയെടുത്ത് പോയെന്ന് പറയും. ഓ, ഇപ്പൊ ജല്ലുള്ളൂ ഇപ്പൊ ഇങ്ങനെ പണിയെടുക്കുന്ന ആള്. ഈ ലോകത്തിപ്പോ വേറെ ആരുമില്ല. അതൊക്കെ പോട്ടെ. ഇളയച്ചി മൂത്തച്ചിയും പാടെ എന്തൊക്കെ കുറു പറഞ്ഞു. അത് നിങ്ങളെന്നെ കണ്ടു? അതൊക്കെ ഞാൻ കണ്ടു. അത് നമ്മളെ ഓരി ഭാഗത്തിനെ കുറിച്ച് ഇങ്ങനെ ഓരോന്നും പറയുന്നു. ഷാഹിദ അതിന്റെ ഇടയിൽ ഇടം കോലിട്ടിട്ടുണ്ടാവൂല്ലേ? എന്താ മനസ്സങ്ങൾ ഈ പറയണത്? ഓൻ തങ്ങൾ അഞ്ചനല്ലേ? വെജാതാകുമ്പോ ഓൻ തന്നെ ഉണ്ടാവുള്ളൂ. ആ മറക്കണ്ട. കിട്ടിയ തന്നെ കരം. ഓളോ അവനെ തിരിയാനും അറിയാനും ആക്കൂല. എന്നിട്ടാപ്പോ എന്നാലും നിങ്ങളെ പങ്ങന്മാരിങ്ങാട്ടും നന്നു ഏതായാലും ഓന്. അല്ല, നമുക്കിപ്പോ ഷാഹിദിനെ നന്നാക്കായിട്ട് എന്താ അത്ര ഇടങ്ങാറ്? ഇനിയിപ്പൊ അതൊക്കെ പോട്ടെ.
ഞാൻ കുറേ ദിവസമായിക്കൊണ്ട് നിങ്ങളോടൊരു കാര്യം ചോദിക്കണം എന്ന് വിചാരിച്ചിട്ട്. ചോയ്ക്ക് കേക്കട്ടെ. അതൊന്നല്ലേക്കാ, ഞാനൊരു കോഴ്സിന് പോയാലോ എന്ന് ഇങ്ങനെ ആലോചിക്കണം. അണക്കും തീരെ ലെവലില്ലാതായ പെണ്ണേ, ഇതൊക്കെ എന്റെ ഇളയച്ചി ഓതി തരുന്ന കരല്ലേ? അതൊന്നല്ലക്കാ, ഈ പെരയിരുന്ന് കണ്ട് ഞാൻ മടുത്ത്. എന്തെങ്കിലുമൊക്കെ ഒരു കോഴ്സിന് പോയാൽ എനിക്കൊരു സമാധാനം ആവും ചെയ്യും. പിന്നെ എന്തെങ്കിലുമൊക്കെ ഒരു ജോലി കിട്ടിയാൽ നിങ്ങൾക്കൊരു സഹായമായില്ലേ. അത് ശരി. അങ്ങനെ ഇജ്ജ് സമ്പാദിച്ച് കൊണ്ടുവന്നിട്ട് തിന്നേണ്ട ഗതികേടൊന്നും നമ്മളെ ഈ കുടുംബത്തിനില്ല. നിങ്ങൾ എന്താ ഇങ്ങനെയൊക്കെ പറഞ്ഞത്? ഞങ്ങളെ ഹെൽപ്പ് ചെയ്യാന്ന് വിചാരിച്ചിട്ടല്ലേ. മാപ്പിളാരിക്കെ ജോലിക്ക് പെണ്ണുങ്ങൾ പോയി കഴിഞ്ഞാലേ നാട്ടുകാര് നോക്കണ ഒരു നോട്ടം പറച്ചിലും ഉണ്ട്. അത് ഞമ്മക്ക് താങ്ങൂല പെണ്ണെ. അല്ല, നിങ്ങൾ ഈ ഏത് കാലത്താണ് ജീവിക്കുന്നത്? ഈ പെണ്ണുങ്ങൾ പണിക്ക് പോയാലേ ആകാശം എന്താ ഇടിഞ്ഞു വീഴോ? ഈ പെണ്ണുങ്ങൾ ആഗ്രഹമൊക്കെ അപ്പൊ എന്താ കാട്ടുക? കുഴിച്ചു മൂടി. ഇജ്ജ ആള് തിരക്കേടില്ലല്ലോ. ഇജ്ജ ഞാൻ ഇഞ്ഞോളോട് മുണ്ടാൻ പോവാൻ ഞാനൊന്ന് കാണട്ടെ. ഒരു പരിഷ്കാരി വന്നിക്കണ്. ഓനെ കിട്ടണമാര് ഇന്നെ കിട്ടൂല കേട്ടോ. ഇന്നെ ആരും പറഞ്ഞു കയറ്റിയൊന്നുമില്ല. ഞാൻ എന്റെ ഒരു പൂതി പറഞ്ഞതല്ലേ. ഒന്നും വേണ്ട, സമാധാനം മതി. ഈ 10ാം ക്ലാസ് തോറ്റ ഈ എന്ത് കോഴ്സ് പഠിച്ചാനാ? ഞാൻ ഞങ്ങളമാര് 10ാം ക്ലാസ് തോറ്റൊന്നുമല്ല. ഞാൻ 10ാം ക്ലാസ്സും പ്ലസ് 2 ഒക്കെ നല്ല മാർക്കോട് കൂടി ജയിച്ചു തന്നെയാണ്. ഇപ്പ മേലുവേദന കുറവുണ്ടോ? കുറവുണ്ട് വേണ്ടേ? ഞാൻ നാളേക്ക് ഡോക്ടർക്ക് ബുക്ക് ചെയ്തിട്ടുണ്ട്. നാളെ നമുക്ക് എന്തായാലും കാണിക്കാട്ടോ. ഇപ്പ ഞാൻ ഈ പഠിക്കാൻ പോണതും PSCക്ക് പോണതും നിങ്ങൾക്ക് ആർക്കും ഇഷ്ടമല്ല. എന്താ ഇങ്ങനെയൊക്കെ ചോദിക്കണത്? ഷാഹിദിന് കാര്യല്ലേ ഇത്? ഇക്കാക്ക് കുഴപ്പമൊന്നുമില്ല, അതുകൊണ്ടല്ലേ ഞാൻ പോകാൻ തുടങ്ങിയത്. അത് മതി. എൻ്റെ കെട്ടിയവൻ്റെ ഇഷ്ടത്തിനനുസരിച്ച് ജീവിക്കുക, അതന്നെ വേണ്ടത്. പിന്നെ സൈനാന്റെ കാര്യം, ഓൾ അങ്ങനെ പലതും പറയും. അത് ഇജ്ജ് കാര്യാക്കണ്ട. ഓളായ കാലത്ത് എൻ്റെ ഉമ്മാൻ്റെ ഇപ്പാൻ്റെ ഉടുപ്പതും കിട്ടിയിരിക്കണു. അതിൻ്റെ ഈറൊക്കെ ഉള്ളിലുണ്ടാവും. അത് ഇങ്ങനെ പോവുക കാരം. അത് സാരമില്ല. ഓൾ ഒരു കണക്കിന് പാവാണേണോ. അതിന് എനിക്ക് വിഷമമൊന്നുമില്ലപ്പാ. ഞാൻ ഇപ്പാക്കും കൂടി ഇഷ്ടമല്ലാതെയാണ് ഞാൻ ഈ പോണത് എന്നൊരു തോന്നലിച്ച്. ഏയ്, ഇജ്ജ് ധൈര്യമായിട്ട് മുന്നോട്ട് വെക്കോ, ഒരു പ്രശ്നമില്ല. ഏയ് ഒന്നുമില്ല, നാളെ ഡോക്ടർ ബുക്ക് ചെയ്ത് അറിയാൻ വേണ്ടി വന്നിക്കണേ. ഓരിയപ്പിന്റെ വീതം വെപ്പിന്റെ കഥയായിട്ട് ശരി തന്നെ അല്ലേ? ഓരൊക്കെ പാടപ്പം മിഞ്ഞാന്ന് വന്നീനു. ഇപ്പൊ പെരയിലായെന്നെ ചർച്ച. അളിയന്മാരും പെങ്ങന്മാരും കണ്ടപ്പോ തന്നെ എനിക്ക് തോന്നി എന്തൊക്കെ കൂത്താമ്പത്തേറ്റ് വന്നാണ് എന്നുള്ളത്. ഇതെന്താ പറഞ്ഞാണ്ട്? ഞാൻ എന്ത് പറയാനാ, തീരുമാനം എടുക്കേണ്ടത് വാപ്പല്ലേ. മൂപ്പര് സമ്മതിച്ചിരിക്കണം. സംഗതി എന്റെ വാപ്പാന്റെ മുതലൊക്കെ തന്നെയാണ്. ഇജ്ജ് ഒരുപാട് കഷ്ടപ്പെട്ടുണ്ടാക്കിയല്ലത് ആ കൊലത്തിലാക്കിയത്. അത് ഒരു ഭാഗം വെക്കണ ഇപ്പൊ എന്റെ സംഭവം കൂടി വേണ്ടേ എല്ലാത്തിനും? അങ്ങനെ ഓർക്കും കൂടി തോന്നണ്ട അസ്കറെ. ഉപ്പാന്റെ പേരിലെ കടങ്ങളൊക്കെ വീട്ടി പെരൊക്കെ നന്നാക്കി. അപ്പൊ അതിങ്ങനെ കൊടുത്തു പോവാന്നൊക്കെ പറയുമ്പോ മനസ്സുകാർ ഇടങ്ങാറാണ്. എന്നാലും ഞാൻ ഈ പെര അത്രയും ബോധ്യപ്പെട്ടിട്ടാ ഈ ഒരു കാണുന്ന അവസ്ഥയിലാക്കിയത്. എന്താ ചെയ്യാ? ഒരു ഭാഗം കഴിഞ്ഞാലും ഉമ്മയും ബാപ്പിയൊക്കെ കണ്ടപ്പോ തന്നെ വല്ലാത്ത ജാതികൾ തന്നെ. കൊടുക്കണോ എന്നും കൊടുത്തോണ്ടിരിക്കും, വാങ്ങണോ എന്നും വാങ്ങിക്കൊണ്ടിരിക്കും. അതിന്റെ കാരണമുള്ള ഒരു ഉറുപ്പ്യ ആ പെരീക്ക് ഇറങ്ങിയില്ലല്ലോ. എന്നിട്ടിപ്പോ ഓരി വെക്കുമ്പോ എല്ലാവർക്കും സമം. ഇപ്പം ഇന്റെ കൂടെ തന്നെ. അത് ഞാൻ പണ്ടേ തീരുമാനിച്ചതാ. പക്ഷെ ഇമ്മാക്കൊന്നും ഈ ആരും മനസ്സിലായിട്ടില്ല. ഇമ്മാക്ക് ഇപ്പോഴും ജസ്റ്റാനൊന്ന് കണ്ടൂടാ. ഓളിങ്ങനെ അഡ്ജസ്റ്റ് ചെയ്ത് നിൽക്കണോണ്ടാ. അത് അങ്ങനൊക്കെ ആക്കിയത് എന്റെ പെങ്ങന്മാരൊക്കെ തന്നെയാണ് അല്ലേ? ആ കടന്നലും കൂടെ നിന്ന് മാറിപ്പോന്നെ നല്ലത് നിനക്ക്. പിന്നെ ഇന്നെങ്കിലും ഒന്ന് ആലോചിച്ചോ, അനക്കും പെണ്ണുങ്ങൾക്കും പാണ്ടിയും കൂടി ഒന്ന് ജീവിച്ചോ. ഇല്ലെങ്കിൽ ഒരു ഇടങ്ങേറ് വന്നാല് ഒരു മനുഷ്യൻ ഉണ്ടാവില്ല. എന്റെ കാര്യം പോട്ടെ, ആരൊക്കെ ഒപ്പം ഉണ്ടാവുക, ആരൊക്കെ തിരിഞ്ഞു കൊത്താന്നുള്ളത് ഉമ്മാക്ക് എന്തെങ്കിലും പറച്ചോളൊന്ന് മനസ്സിലാക്കി കൊടുത്താൽ മതി. ഇപ്പാക്ക് കാര്യങ്ങളൊക്കെ കുറച്ചൊക്കെ അറിയാം. ഇപ്പൊക്കെ അപ്പപ്പ കിട്ടുന്ന കാലല്ലേ, എല്ലാം ശരിയായിക്കോളും. സെന്റിന് 5 ലക്ഷം, 20 സെന്റ്, 5 ഊരി. 5 ഊരിയോ? 4 ആളുള്ളൂരോ? അല്ല, ഇനി പുറത്തുനിന്ന് വേറെ മക്കളെന്തെങ്കിലും ഉണ്ടോ? ആ ഒരു ഊരി ഇച്ചും സൈനക്കുള്ള. ഞങ്ങൾ നോക്കണത് സായുധാണല്ലോ, അതോനുള്ളതാ. എങ്ങനെ 5 ഫുള്ളോരി വരുന്നു? ഷെറായി നിയമപ്രകാരം ആണിന്റെ പകുതിയല്ലേ പെണ്ണുങ്ങൾക്ക്? അത് ഇജ്ജ് പള്ളിയിൽ പോയി പറഞ്ഞാൽ മതി കേട്ടോ. വാപ്പാന്റെ സ്വത്തിലെ പെണ്ണുങ്ങൾക്കും ആൺമക്കൊക്കെ ഒരേ മാതിരിയാണ്. അല്ല പിന്നെ ഓനൊരു ഷറായിക്കാരൻ വന്നിക്കും. ഒന്ന് നിർത്തുണ്ട. കലവില്ലാണ്ട് ഞാൻ പറയും, അതുപോലെ എല്ലാവർക്കും കിട്ടും. അതിനുള്ളവര് നിന്നാ മതി ഇവിടെ. കലവില്ലാറുണ്ട്. ആരാ
ഞാൻ റവന്യൂ ഡിവിഷൻ ഡിപ്പാർട്ട്മെന്റിൽ നിന്ന് വരികയാണ്. ഇവിടെ അനധികൃതമായിട്ട് സ്ഥലം കൈമാറ്റം നടക്കേണ്ടതിന്റെ ഒരു ഇൻഫർമേഷൻ കിട്ടിയിട്ടുണ്ട്. ആ വെക്കുന്നുണ്ട്. ഇതിന്റെ സ്ഥലം വരുമല്ലേ, എനിക്കെന്താ പറ്റൂടെ? നിങ്ങളുടെ പേരിൽ നിന്ന് നിങ്ങൾ കരുതുന്ന ഈ സ്ഥലവും വീടും വിൽക്കുന്നതിനെ കുറിച്ചാണ് ഞാൻ ചോദിക്കുന്നത്. പേരെങ്ങാനും മാറിയിട്ടുണ്ടോ? ഞാൻ വ്യക്തമായ ഇൻഫർമേഷന്റെ പുറത്താണ് വന്നിട്ടുള്ളത്. നിങ്ങൾ പറയുന്ന ഈ വസ്തുവിന്റെ ആധാരം അതൊരു കള്ളപ്രമാണമാണ്. ഈ വസ്തു ഗവൺമെന്റ് അറ്റാച്ച് ചെയ്തൊരു വസ്തുവാണ്. ഇതാണ് ആ വസ്തുവിന്റെ ഒറിജിനൽ ആധാരം. ഇത് നിങ്ങൾ ഗവൺമെന്റിന്റെ വസ്തു അതിക്രമിച്ച് വിൽക്കുന്നതിന് തുല്യാണ്. അപ്പൊ ഇത് ഞാൻ പണിയെടുത്ത് കായെടുത്ത് വാങ്ങിയല്ലേ? ഇപ്പൊ ഇതിന്റെ സ്ഥലല്ലേ? ഫണ്ട് നിങ്ങൾക്ക് തന്നാളേ കള്ളപ്രമാണം ഉണ്ടാക്കി നിങ്ങൾ പറ്റിച്ചാണ്. ഇത് വിൽക്കുന്നതുകൊണ്ട് കുഴപ്പമില്ല, പക്ഷെ ഗവൺമെന്റ് ഇതിന് സ്റ്റേ കൊടുത്താലേ വാങ്ങണവന് 10-20 കൊല്ലം കഴിച്ചും അത് ഉപകരിക്കണമെങ്കിൽ. പടച്ച തമ്പുരാനെ ചതിച്ചല്ലോ. എത്തൊക്കെ ഈ കേൾക്കണത്? അല്ല, എന്ന് കരുതിയിട്ട് നിങ്ങൾക്ക് ആർക്കും ഇതിൽ താമസിക്കുന്നതിന് ബുദ്ധിമുട്ടൊന്നുമില്ല. ഇത് വിൽക്കാനേ പറ്റത്തുള്ളൂ. നിങ്ങൾ കൂടുതൽ എന്തെങ്കിലും അറിയണമെന്നുണ്ടെങ്കിൽ RDO ഓഫീസിൽ വന്നാൽ മതി. നിങ്ങൾ പറഞ്ഞതൊക്കെ കേട്ടില്ലേ? നിങ്ങൾ എന്ത് കണ്ടിരിക്കാൻ മനസ്സാ? പോന്നാളിന്റെ കൂടെ എല്ലാവർക്കും എല്ലാം തേച്ച് കിട്ടിയില്ലേ? എന്തൊക്കെ പ്രതീക്ഷിച്ച് വന്നതാ? ഇച്ച് പോരിയുള്ളൂ. ഇജ്ജെന്താ തൊള്ളിയും പൊളിച്ച് നോക്കിക്കണേ? ഇവിടുന്ന് ഇറങ്ങിക്കോ, ഒന്നും കിട്ടാലോ ഇവിടുന്ന്. അല്ല, നമ്മളിപ്പോ എന്തിനാ ഇവിടുന്ന് ഇറങ്ങണേ? കേറിപ്പോടിയാത്ത് നമ്മളെ വരെയും നമ്മളെങ്ങട്ടാ പോണ്? അപ്പൊ അങ്ങനെ ഹാപ്പി അല്ലേ? ഓ, എന്തായാലും വേണ്ടില്ല. എന്തായാലും സംഭവം കിടുങ്ങിക്കണോ, എല്ലാരും ഒന്ന് കുരുങ്ങി. ഫിറോസിനോട് ഞാൻ എന്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞു. ഓനാണ് ഈ ഐഡിയ എനിക്ക് പറഞ്ഞത്. എനിക്കത് തോന്നി വർക്കാവും എന്നുള്ളത്. അല്ല, ഇനിയിപ്പോ അളിയന്മാരെങ്ങാനും ഒറിജിനൽ RDO ഓഫീസിൽ പോയി അന്വേഷിക്കുവോ? അതിനുള്ള വിവരം വിദ്യാഭ്യാസം എന്റെ കുടുംബക്കാർക്കുണ്ടോ? അപ്പൊക്കെ വല്ല ഡൗട്ടും ഉണ്ടോ? ഡൗട്ടൊന്നുമില്ല, പക്ഷെ പറ്റ ഡൗണാണ്. ഇനിയിപ്പോ അത് നാളെ നമുക്കണ്ട് പൊളിച്ചാ ഞാൻ ഫിറോസിനെ കൂട്ടിട്ടേ പെരീക്കണ്ട് വരാം. വേറെ ആരും അറിഞ്ഞില്ലെങ്കിലും വേണ്ടില്ല, ഇപ്പാക്കും മാകൊന്നേ ബോധ്യമായാൽ മതി. എന്തായാലും എല്ലാരും ഒന്ന് മനസ്സിലാക്കാനായില്ലേ? പാപ്പാ, നിങ്ങൾ ടെൻഷൻ ആകണ്ട. ഈ സ്ഥലം പറമ്പൊന്നും എവിടെയും പോകണില്ല. ഇതൊക്കെ നമ്മക്കുള്ള തന്നെയാണ്. അസ്സലാമു അലൈക്കും. പേടിക്കണ്ട, നിങ്ങൾ വിചാരിക്കണേ ഞാൻ RDO ഓഫീസിലെ ഉദ്യോഗസ്ഥനൊന്നുമല്ല. ഞാൻ ഈ അസ്കറിന്റെ ചങ്ങായിയാണ്. പേര് ഫിറോസ്. അസ്കറിനോട് ഇവിടുത്തെ കാര്യങ്ങളൊക്കെ പറഞ്ഞു. അപ്പൊ ഞാനാണ് ഇങ്ങനെ നാടകം നടത്തിയിട്ട് ഇവിടുത്തെ കാര്യങ്ങളൊക്കെ ഇങ്ങനെ ബോധ്യപ്പെടുത്തണം എന്നുള്ളത് തീരുമാനിച്ചത്. പിന്നെ സായത് ഓനെനിക്ക് നന്നായിട്ട് അറിയാം. ഞാൻ ചെയ്തത് തെറ്റാണെന്ന് അറിയാം. ഒരു നല്ല കാര്യത്തിനാകൊണ്ട് കുറ്റബോധമൊന്നുമില്ല. അപ്പൊ നിങ്ങൾക്കൊക്കെ വിഷമായിക്കണോ, എന്നോട് ക്ഷമിക്കണം. അത് ശരി, എല്ലാരും പാടെ കൂടി നമ്മളെ പറഞ്ഞ് പറ്റിച്ചായിരുന്നു അല്ലേ? അന്നെ ഞാൻ വെറുതെ ഇടൂലടാ. ശുക്രേ, ഈ ചോനൊന്നും ചെയ്യൂല. അന്നയാണ് ആദ്യം നല്ലത്. അല്ല, ഇജ്ജ് നല്ലതാണെങ്കിൽ ഈ ചെറുക്കിനെ ഇടങ്ങേറക്കേണ്ടിനോ? ഒന്നുമില്ലെങ്കിൽ നിന്റെ അനിയനല്ല അവന്. ഇടങ്ങേറുള്ള ടൈമിൽ നീ കൂടെ വെക്കണ്ടല്ലേ? കൂടെ വെക്കേണ്ട സമയത്ത് കുതികാലം വെട്ടാൻ നിന്നാല് നിന്റെ കയ്യിൽ നിന്ന് നിനക്ക് കിട്ടും. മനസ്സിലായിക്കോ? ആരെയും ഒഴിവാക്കണമെന്നോ മാറ്റി നിർത്തണമെന്നോ ഞാൻ പറയുന്നില്ല. എല്ലാവർക്കും അവരവരുടെ ഓരോ അതുപോലെ തന്നെ കിട്ടിക്കോളും. ഇപ്പിന്നുള്ളിടത്തോളം കാലം ഇങ്ങനെ ഒരുമിച്ച് നമുക്കൊന്ന് ജീവിച്ചൂടെ? ഒരു മനസ്സമാനത്തോടെ കണ്ണടക്കോളെങ്കിലും